ഡൈസ് ഈറെ ഇതിനോടകം തന്നെ എല്ലാവരും ഈ ഒരു റിവ്യൂസ് ഒക്കെ വന്ന് കഴിഞ്ഞ ഒരു മൂവിയാണ് ഡൈസ് ഈറെ. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഗംഭീര മേക്കറും പ്രണവ് മോഹൻലാലിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസും കൂടി ആകുമ്പോഴത്തേക്കും ഈ ഒരു മൂവി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഈ പറഞ്ഞ 2 ഫാക്ടേഴ്സ് അല്ലാതെ പിന്നെയും കുറേ ഫാക്ടേഴ്സ് ഈ ഒരു മൂവിയുടെ ആ ഒരു പോസിറ്റീവ് റിവ്യൂസിൻ്റെ ബിഹൈൻഡിലുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് രോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്നാണ്. രോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ആർക്കിടെക്റ്റ് ആണ്. സോ ഈ ഒരു കഥാപാത്രം പോയിപ്പെടുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, കാരണം ഇദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെ റിച്ച് ആയിട്ടുള്ള ഇദ്ദേഹം ഒരു പ്ലേ ബോയ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. സോ അങ്ങനെ ഒരു ബിഗ് ഷോട്ട് ആയിട്ടുള്ള ഈ ഒരു നായകൻ പോയിപ്പെടുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹത്തിന് വെളിയിൽ വരാൻ വേറൊരു മാർഗവും ഇല്ല എന്നറിയുമ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ സത്യങ്ങൾ തേടി ഇറങ്ങുന്നതാണ്. അങ്ങനെ ആ സത്യങ്ങൾ തേടി ഇറങ്ങി എന്തൊക്കെയാണ് നടന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നൽകി അവസാനിക്കുന്ന ഒരു മൂവിയാണ്. മൊത്തത്തിൽ ചില കാര്യങ്ങളുടെ ഉത്തരം നൽകുന്നില്ലെങ്കിലും പക്ഷേ അത് പിന്നെ അങ്ങോട്ട് പറയാൻ വേണ്ടിയുള്ളൊരു തുടക്കത്തിന് വേണ്ടിയാണ് അതങ്ങനെ വിട്ടിരിക്കുന്നത്. സോ ഈ ഒരു മൂവിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഒരു പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൊറിഫൈങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുക്കുന്ന മൂവിയിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡയറക്ടർ തന്നെ രാഹുൽ സദാശിവൻ്റെ റെഡ് ട്രെയിൻ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഭൂതകാലമാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും എല്ലാം തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവീസിൻ്റെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവിയായിരുന്നു. അങ്ങനെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു മൂവിയാണ് ഡൈസ് ഈറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഹുൽ സദാശിവൻ്റെ മേക്കിങ്ങിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ ഈ മൂവിയിൽ ഈ ഒരു ക്യാരക്ടർ പോയിപ്പെടുന്ന ഈ ഒരു സാഹചര്യം, ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ തന്നെ ഈ ഒരു നായകൻ്റെ പെർഫോമൻസിൽ നിന്നാണ് വരുന്നത്. ആ ഒരു ഓഡിയൻസിന് കണക്റ്റ് ആവുന്നത്. ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് ഈ ഒരു പ്രണവ് മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മൂവിയിൽ ഉണ്ടായിരിക്കുന്നത്. സോ ആ ഒരു സ്ട്രഗിൾസ്, ആ ഒരു ഹൊറിഫൈങ് എലമെൻറ്റ്സ് എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലോസപ്പ് ഷോട്ട്സിൽ കൂടി ബാക്കിയുള്ള സംഭവങ്ങളിൽ കൂടി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ എഫക്റ്റീവായിട്ടാണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സോ അതിൻ്റെ കൂടെ തന്നെ രാഹുൽ സദാശിവൻ്റെ മേക്കിങ്ങും ഈ ഒരു സിനിമയുടെ സൗണ്ട് എഫക്ട്സും അതുപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ടെറിഫിക് ആയിട്ടുള്ള, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷോട്ട്സ് ഒക്കെ മൂവിയിൽ വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇൻ്റർവെൽ പോയിൻ്റുള്ള ആ ഒരു ബീജിയം ആണെങ്കിലും ആ ഒരു ക്ലൈമാക്സിലുള്ള സംഭവങ്ങളാണെങ്കിലും എല്ലാം തന്നെ എലവേറ്റ് ചെയ്യുന്ന ഈ ഒരു സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും പിന്നെ ആ ഒരു ഡയറക്ഷനും കാരണമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പെർഫോമൻസ് അതിൻ്റെ കൂടെ വരും. അതിനോട് തന്നെ ഒരു പടക്കളത്തിൽ അഭിനയിച്ച ഒരു ക്യാരക്ടർ ഇതിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, ഒരു കഥാപാത്രത്തിൻ്റെ അനിയനായിട്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടർ പോകുന്ന ആ ഒരു മെൻ്റൽ സ്ട്രഗിൾസ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് ഷോ ആ ഒരു സിനിമയിലൂടെ എത്തിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ടെൻഷൻ അടിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു മേക്കിങ്ങും ആ ഒരു പെർഫോമൻസുമാണ് ആ ഒരു ആക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സോ അത് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് ആണ്. സോ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. ആ ഒരു ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു മൂവി ഫോളോ ചെയ്തിരിക്കുന്നത്. ഹൊറിഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണെങ്കിലും ടെറിഫിക് ഷോട്ട്സ് ആണെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തുന്ന മേക്കിംഗ് ആണെങ്കിലും ആ ഒരു മ്യൂസിക് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും തന്നെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ എല്ലാത്തിലും തന്നെ ഒരു ഗംഭീര ഔട്ട്പുട്ട് നൽകുന്ന ഒരു മൂവിയാണ് ഡൈസ് ഈറെ. സോ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതുപോലെ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.